അസ്സലാമു അലൈക്കും. കുട്ടികളുമായി ബന്ധപ്പെട്ട് പലപ്പോഴും പല മാതാപിതാക്കളും പരാതി പറയാറുണ്ട്. അധികമായി മാതാക്കളാണ് പരാതി പറയുക. ആൺകുട്ടികളെ സംബന്ധിച്ച് പെൺകുട്ടികൾ അവരവിടെ കയറുന്നു, ഇങ്ങനെ ചെയ്യുന്നു, അങ്ങനെ ചെയ്യുന്നു, വികൃതി കാണിക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ അവരുടെ ഊർജ്ജം, അവരുടെ ആ സ്റ്റാമിനയാണ് അവർ അവിടെ കളയുന്നത്. നമ്മളെ സ്റ്റാമിന, നമ്മൾ ജോലിക്ക് പോകുന്നു, ഒരുപാട് ജോലികൾ ചെയ്യുന്നു. അങ്ങനെയൊക്കെ കളയുമ്പോൾ കുട്ടികൾ അവരുടെ എനർജി പല മതിലിൽ കയറിയിട്ടും ജനലിൽ കയറിയിട്ടും അങ്ങനെ കളയുന്നു. അത് ഭയങ്കര കുരുത്തക്കേടായി കണ്ട്, ഭയങ്കര ഒരു കുറ്റമായി കണ്ട്, ഭയങ്കര ഒരു തിന്മയായി കണ്ട് അവരെ ശകാരിക്കുന്നതായിട്ടും കുരുത്തം കെട്ടവനെ, കുരുത്തക്കേട് കാണിക്കുന്നവനെ, വളരെ മോശമായ പദപ്രയോഗങ്ങൾ വരെ പദ പദപ്രയോഗങ്ങൾ വരെ കുട്ടികളുടെ അടുത്ത് പ്രയോഗിക്കുന്നതായി കാണാൻ വേണ്ടി സാധിക്കും. പലപ്പോഴും പല മോശം പേരുകൾ വിട്ട് കുട്ടികളെ പലരും വിളിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എന്നാൽ കുട്ടികളെ വിളിക്കേണ്ടത്, കാരണം അവർ കുട്ടികളെ ഒരുപാട് മന്ദബുദ്ധി അല്ലെങ്കിൽ ബുദ്ധിയില്ലാത്തവനെന്നൊക്കെ വിളിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, അവരുടെ ഉപഭോഗം ഒന്ന് മനസ്സിൽ ഞാൻ കൊള്ളാത്തവനാണ്, ഞാൻ പറ്റാത്തവനാണ് എന്ന ബോധ്യമാണ് അവരിൽ വീണ്ടും വീണ്ടും ഉണ്ടാകുക. പ്രത്യേകിച്ച് അവരുടെ ഏറ്റവും അടുത്ത മാതാവും പിതാവും കൂട്ടുകാരും കുടുംബക്കാരും അടുത്ത ആളുകളെ വിളിക്കുമ്പോൾ ഭയങ്കര പ്രയാസം ഉണ്ടാകും. കുട്ടികളൊക്കെ വളരെ മയത്തിൽ, വളരെ സമാധാനത്തിൽ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ വളരെ മയത്തിലും വളരെ സമാധാനത്തിലുമാണ് നമ്മൾ തിരുത്തി കൊടുക്കാൻ. മനസ്സിലാകുന്ന രീതിയിൽ, മനസ്സിലാകുന്ന പോലെ സമാധാനത്തോടെ, അടിക്കാതെ, കുത്താതെ, നുള്ളാതെ, പിച്ചാതെ, അല്ലെങ്കിൽ പിടിച്ച് കുത്താതെ, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അങ്ങനെയൊന്നും ചെയ്യാതെ നല്ല രീതിയിൽ വേണം തിരുത്തി കൊടുക്കാൻ. അനസുബിന് ഒരു പ്രവാചകന് 10 വർഷത്തോളം കിത്തുമത്തെടുത്ത ഒരു സഹാബി പറയുകയാണ്, അനസ്രല്ലാൻ തന്നെ ഓർമ്മ. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, 10 വർഷം ഞാൻ പ്രവാചകന് കിത്തുമത്ത്, 1 വർഷം 2 വർഷമല്ല, 10 വർഷം അത് ചെയ്യരുതെന്നോ അല്ലെങ്കിൽ താങ്കൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തെന്നോ ഒന്നും ഒരിക്കലും ഇതുവരെ ചോദിച്ചില്ല. അപ്പോൾ നമ്മളെ മക്കളൊക്കെ വളർത്തുന്ന സമയത്ത് കുട്ടികളുമൊത്തുള്ള പ്രവാചകൻ വിശദമായി എൻ്റെ പഴയ ചാനലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് മനസ്സിലാക്കേണ്ട കാര്യം. അതുപോലെ ഒരു പ്രവാസന യൂട്യൂബിലൊക്കെ നമുക്ക് ലഭ്യമാണ്. നമ്മൾ കേൾക്കാനും പഠിക്കാനും ഒരുപാട് സൗകര്യങ്ങളുണ്ട് പഠിക്കുന്ന ആളുകൾക്ക്. അപ്പോൾ നല്ല നല്ല കാര്യങ്ങൾ പഠിക്കുക, എങ്ങനെയാണ് കുട്ടികളെ വളർത്തുന്നതിനെ കുറിച്ച് പഠിക്കുക. നമ്മളൊക്കെ പറയാം, ഒരു പഞ്ചായത്തിൽ നിന്ന് ഒരു ചെടി കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു 10 തേങ്ങ തരുന്നുണ്ട്, അല്ലെങ്കിൽ 10 വാഴ കന്ന് തരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, അതിനുവേണ്ടി അവിടെ പോയി ഇരുന്ന് ഒരുപാട് ക്ലാസ്സൊക്കെ കേട്ട്, ഒരുപാട് ക്ലാസ്സൊക്കെ അവർ പറഞ്ഞു തന്നിട്ടാൽ പിന്നെ നമുക്കൊരു 10 വിത്ത് തരിക എന്തെങ്കിലും നടാൻ. എന്നാൽ ഏതെങ്കിലും ഒരു പുരുഷനാകട്ടെ, ആണാകട്ടെ, പെണ്ണാകട്ടെ, വിവാഹം ചെയ്യുന്ന സമയത്ത് പോലും പലപ്പോഴും പലരും നല്ലൊരു ഉപദേശം കൊടുക്കാൻ ആളില്ലാത്തൊരവസ്ഥ ഇന്ന് സംജാതമാണ്. എന്തെങ്കിലും ആലിമികൾ എന്തെങ്കിലും പറയുന്നതിന് അത് കേൾക്കാൻ വരെ ആളുകൾ തയ്യാറല്ല. അപ്പോൾ നല്ല കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കി പഠിച്ചിട്ട് വേണം നമ്മളെ കുട്ടികളുടെ കൂടെ സമയം ചെലവഴിക്കുമ്പോഴും, ഇടപഴകുമ്പോഴും, പെരുമാറുമ്പോഴും, അവരൊരു തെറ്റ് തിരുത്തി കൊടുക്കുമ്പോഴും ഒക്കെ നമ്മൾ പ്രത്യേകം ഓരോ ആളുകളും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് കുട്ടികളാണ്. അവരെ മോശം പേര് പറയുകയോ മോശം കമൻറ്റ് പറയുകയോ, ഇപ്പോൾ ചില ആളുകൾ പറയുന്ന കേൾക്കാം, ചെറിയൊരു മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ. ഇപ്പോൾ ഈ അടുത്ത് വായിച്ചൊരു സംഭവം, വലിയൊരു ഡോക്ടറാണ് അദ്ദേഹം, വലിയ ഡോക്ടറേറ്റ് കിട്ടി ഭയങ്കരമായ ആളാണ്. പ്രശംസിക്കുക കുട്ടികളെന്ന് വലിയൊരു പ്രാധാന്യമുണ്ടെന്ന് കാണിക്കുന്ന ഒരു സംഭവം കൂടിയാണിത്. അപ്പോൾ വലിയ ഡോക്ടറേറ്റ് കിട്ടി ഒരുപാട് ആളുകൾ കാവൽ നിൽക്കുന്നുണ്ട് അദ്ദേഹത്തിന്. ഓരോ മാസത്തെ തന്നെ ഇങ്ങനെ ബുക്കിലൊക്കെ പേര് ഒരു ബുക്കാക്കിയിട്ടാണ് ആളുകൾ പോകുന്നത് തന്നെ അദ്ദേഹത്തെ കാണാൻ. കാരണം ഇങ്ങനെ ഡേറ്റൊക്കെ കുറിച്ച് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അവിടെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ. അപ്പോൾ ആ ഡോക്ടർ പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ അദ്ദേഹം പറയുകയാണ്, എനിക്ക് ഏറ്റവും വിഷമമുണ്ടായ കാര്യം, SLC ജയിച്ച സമയത്ത് നല്ല മാർക്കോടെ ഞാൻ വന്നു. അപ്പോൾ ഇവർ സ്വാഭാവികമായിട്ട് കുറച്ച് സമ്പത്തുള്ള ആളുകളാണ്. അപ്പോൾ കയറി ചെന്ന സമയത്ത് എൻ്റെ പിതാവിൻ്റെ സമയത്ത് ഈ സർട്ടിഫിക്കറ്റ് ഞാൻ കൊടുത്തു, ഭയങ്കര റിസൾട്ട് ഉണ്ട്, നല്ല മാർക്കുണ്ട്. പിതാവ് ഒന്നും പറഞ്ഞില്ല, വാങ്ങിയിട്ട് അവിടെ വെച്ചു. എന്നിട്ട് അദ്ദേഹം പറയാം, എത്രയോ വർഷങ്ങൾക്ക് ശേഷം അത് ഇപ്പോഴും എൻ്റെ മനസ്സിലൊരു വിഷമമായിട്ട് കിടക്കുന്നുണ്ട്. 10ാമത്തെ വയസ്സിൽ, 15ാമത്തെ വയസ്സ്, SLCൻ്റെ പ്രായം നമുക്കറിയാം, 15-16 വയസ്സായിരിക്കും. അപ്പോൾ അത്രത്തോളം വേദനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ നമ്മളെ കുട്ടികളെ നല്ല പ്രശംസീയമായ നല്ല വാക്കുകൾ പറയുക, അവരോട് നല്ല പ്രശംസിക്കുന്ന വാക്കുകൾ. അതുപോലെ മറ്റു ആളുകളുമായി കമ്പയർ ചെയ്യാതിരിക്കുക. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന തെറ്റാണ് കുട്ടികളുടെ കാര്യത്തിൽ. മറ്റുള്ള കുട്ടി, ആ കുട്ടീനെ കണ്ടില്ലേ, ഈ കുട്ടീനെ കണ്ടില്ലേ, ഓൻ്റെ മോനെ കണ്ടില്ലേ, നമുക്ക് തന്നെ ഇഷ്ടപ്പെടുമോ കമ്പയർ ചെയ്താൽ? നമ്മൾ മോശമാണെന്നല്ല, മറ്റവൻ നമ്മളെക്കാൾ നല്ലതാണ് എന്ന് പറയുമ്പോഴാണ് നമുക്ക് കൂടുതൽ വിഷമമുണ്ടാകുക. സ്വാഭാവികമാണ്, മനുഷ്യന്മാരാണ് നമ്മൾ, പച്ചയായ മനുഷ്യരാണ്, ഹൃദയമുള്ള പച്ചക്കറുള്ള മനുഷ്യന്മാരാണ് നമ്മൾ. അപ്പോൾ കരുണ കാണിക്കുക നമ്മൾ കുട്ടികളോട്, കമ്പയർ ചെയ്യാതിരിക്കുക, നല്ല നല്ല വാക്കുകൾ പറഞ്ഞു കൊടുക്കുക, ഉപദേശിക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ ഉപദേശിക്കുക. അതിപ്പോൾ കുട്ടികളെ വിളിച്ചുണർത്തുന്നിടത്ത് പോലും മാതാപിതാക്കൾ കാണിക്കുന്ന മര്യാദ എങ്ങനെ? ചില ആളുകൾ ചില വീട്ടിലൊക്കെ പോകണം വെച്ച് വിളിക്കുന്നുണ്ടാവും, വിളിച്ച് കൂക്കുന്നുണ്ടാവും, എണിക്കണ്ടാന്ന് തോന്നും കടന്നിടത്തുനിന്ന്. ഞാൻ പല വീട്ടിലും ഇങ്ങനെ കാണുന്നതാണ് സംഭവം. ഒരുപാട് കുടുംബം കൂട്ടുകാരും ഒക്കെ ഉള്ള ആളാണ്. അപ്പോൾ ഒരുപാട് സ്ഥലത്ത് നമ്മൾ കാണുന്നുണ്ട്. മറിച്ച് സമാധാനത്തിൽ വിളിക്കാനും വിളിച്ചെണീപ്പിക്കാനും
ഒന്ന് പിടിച്ചിരുത്തി ഒന്ന് മുഖത്തൊക്കെ ഒന്ന് വളം തടി കൊടുത്ത് നേരെ പിടിച്ച് അവിടെ കൊണ്ട് നിർത്തി ബ്രഷും മരുന്നൊക്കെ എടുത്ത് കൊടുത്ത് ഒന്ന് പല്ലേക്കാം, നല്ല പാങ്ങലായിക്കണം, നല്ല പാങ്ങലയച്ചാൽ എന്തൊരു സന്തോഷമായിരിക്കും. നല്ല വാക്ക് പറഞ്ഞാൽ എൻ്റെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് കൊടുത്ത് കുടിക്കാൻ പറഞ്ഞാൽ അര ഗ്ലാസ്സേ കുടിക്കുമായിരിക്കും, കുറച്ചേ കുടിച്ചായിരിക്കും, കൊടുത്താൽ തന്നെ സന്തോഷം സമാധാനം ആ കുടുംബത്തിലുണ്ടാകും. നല്ല രീതിയിൽ കുട്ടികളെ നോക്കാൻ വേണ്ടി ശ്രമിക്കുക, മറ്റുള്ളവരെ കമ്പയർ ചെയ്യാതെ കുറ്റപ്പെടുത്താതെ. ചില മാർക്കിൽ ചില കുട്ടികൾക്ക് ഇപ്പോൾ 40ൽ 30 മാർക്ക് ഉണ്ടാവും. അപ്പോൾ 30 മാർക്ക് എടുക്കാൻ തന്നെ ഭയങ്കര എഫക്റ്റ് എടുക്കുന്നത്. എല്ലാ കുട്ടികളും ഒരുപോലെയല്ല പഠനത്തിന്, എല്ലാ വിഷയത്തിലും ഒരുപോലെ പഠിക്കാൻ കഴിവുള്ള കുട്ടികളെല്ലാം വ്യത്യസ്തരാണ് കുട്ടികൾ. അപ്പോൾ 30 മാർക്ക് എടുത്തിട്ട് വീട്ടിലേക്ക് വന്ന അവസ്ഥ എന്തായിരിക്കും? 40ൽ 30 അല്ലെങ്കിൽ 50ൽ 40 മാർക്കുണ്ട്, 10 മാർക്ക് കുറവുണ്ട്. അപ്പോൾ ആദ്യം ചോദിക്കുന്നതായിരിക്കും ആളുകൾ, ആ 10 മാർക്ക് എന്താ കുറഞ്ഞ്, അത് അവിടെ പോയി എന്നായിരിക്കും. എന്നാൽ നമ്മൾ ആദ്യം കാണുന്ന സമയത്ത് മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് ഇത്ര മാർക്ക് ഉണ്ടല്ലേ, എൻ്റെ മോൾ പിടിക്കുകയാണ്, ഉഷാറുണ്ട്. ഇത് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പറയാമെന്ന്, എൻ്റെ മോൾ വിചാരിച്ചാൽ ഇനി മാർക്ക് കിട്ടും, ഇനാ കിട്ടും 50 കിട്ടും എന്ന രീതിയിൽ നല്ല പറഞ്ഞു കൊടുക്കുക. പക്ഷെ കാണുമ്പോൾ തന്നെ എന്ത് ഇത്ര കുറവ്, അങ്ങനെയല്ല. എല്ലാത്തിനും ഒരു മയവും ഇതുമാണ്, പ്രത്യേകിച്ച് കുട്ടികളോട്. അതുപോലെ ഭാര്യമാരോടായാലും അങ്ങനെ തന്നെ നല്ലൊരു മയത്തിൽ ഇതാക്കാനൊക്കെ നമുക്ക് ശീലിക്കണം. അത് ചുട്ടയിലെ ശീലം ചുടല വരെ നമ്മൾ കേട്ടില്ല. അതുപോലെ എല്ലാം നല്ല നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയും ശീലിക്കുകയും വേണം. ക്ഷമയെക്കുറിച്ചും കുട്ടികളെക്കുറിച്ചൊക്കെ നമ്മൾ എത്ര കേട്ടാലും നമ്മൾ പിന്നെ ആ പഴയ ഇതിലേക്ക് നമ്മൾ പോകരുത്. നമ്മൾ നല്ല രീതിയിൽ പെരുമാറാൻ, അയൽപക്കത്തെ കുട്ടിയാണെങ്കിൽ പോലും കുട്ടികളുടെ കൂടെ സമയം ചിലവഴിച്ചാൽ നമ്മളെ മനസ്സൊക്കെ ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും കിട്ടുക, അല്ലേ? കുട്ടികളുടെ കൂടെ ഒരുപാട് സമയം ചിലവഴിക്കുക, അവരിൽ നിന്ന് കാര്യം ഒരുപാട്. ഒരു ചെറിയ കുട്ടിയിൽ നിന്ന് പാഠം പഠിക്കുക എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താണ്. ചില കുട്ടികൾ നിങ്ങൾ കാണാം, ചെറിയ കുട്ടികൾ അവരൊരു ബിസ്ക്കറ്റിന് വേണ്ടി കരുതുന്നുണ്ടാവും. എത്ര അവർ കരുതുന്നുണ്ടാവും അറിയോ? ഒരുപാട് ചോദിക്കും കിട്ടാൻ വേണ്ടി. അവർക്കറിയാം അവിടെ ഉണ്ട് ബിസ്ക്കറ്റ് ഒന്നും ഇല്ലയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത്ര കാര്യമില്ല, ഉണ്ട് എന്ന് ഉറപ്പായ കരച്ചിൽ കൂടിക്കൊണ്ട് പോകും. അപ്പോൾ എന്താക്കുക? അപ്പോൾ അതിൽ നിന്ന് പാഠം, നമുക്കൊരു കാര്യം നേടാണ്ടെങ്കിൽ നമ്മുടെ ദൈവത്തോട്, നമ്മൾ അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കുക, അപ്പോൾ നമുക്ക് കിട്ടുമെന്നതാണ്. പക്ഷേ നമ്മൾ കുട്ടികൾ തന്നെ ചോദിച്ച എല്ലാ കാര്യങ്ങളും കൊടുക്കണമെന്നുണ്ടോ? ഇല്ല. കാരണം റബ്ബി റഹ്മ കമാ റബ്ബിയാനി സഗീറ എന്ന പ്രാർത്ഥന നമ്മൾ കേൾക്കാറുണ്ട്. കാരണം നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന റബ്ബി റഹ്മ, റബ്ബിൻ്റെ മാതാപിതാക്കൾ ചെറുപ്പത്തിലുണ്ട് കരണം കാണിച്ചതുപോലെ നീ അവരോട് കാണിക്കണേ. റബ്ബ് എന്ന പദം ഒന്ന് മാതാപിതാക്കളിലേക്കും ഒന്ന് ദൈവത്തിലേക്കും അള്ളാഹുലേക്കും ചേർത്തുകൊണ്ടാണ് അവിടെ പറഞ്ഞത്. അപ്പോൾ അവിടെ നമ്മളെല്ലാം ചോദിച്ചാൽ ദൈവം നമുക്ക് തരുന്നുണ്ടോ? ഇല്ല. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചോദിച്ചിട്ട് കിട്ടാതില്ലേ? അതേപോലെയാണ് മക്കളെ സംബന്ധിച്ചും. മക്കൾ 100 കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരു 70% മാറ്റി വെക്കുക. 70% കൊടുത്താൽ 30% മാറ്റാം, അല്ലെങ്കിൽ ഒരു 50-60% പകുതി സാധനം കൊടുത്താൽ മതി. ബാക്കി പകുതി നമ്മൾ ഇപ്പോൾ നിങ്ങൾക്ക് ആയിട്ടില്ല, പ്രായമായിട്ടില്ല, അല്ലെങ്കിൽ അത് നൽകാതിരിക്കുന്നതിനെല്ലാം കുട്ടി കൂടുതൽ പാഠം ഉൾക്കൊള്ളുകയും അതിൽ നിന്ന് ഒരുപാട് അവന് പഠിക്കുകയും ചെയ്യും. എല്ലാം എനിക്ക് ചോദിച്ചാൽ കിട്ടുന്ന ഒരവസ്ഥയിലൂടെ നമ്മൾ വളർത്തിയത്. പലപ്പോഴും ഇന്ന് മാതാപിതാക്കൾ പറയുന്ന കാര്യം എന്താണ്? എനിക്കൊരു കുട്ടിയില്ല, എനിക്ക് 2 കുട്ടിയേ അവന് എന്ത് ചോദിച്ചാൽ ഞാൻ കൊടുക്കും, എങ്ങനെ കഷ്ടപ്പെട്ടാലും ഞാൻ കൊടുക്കും. കൊടുക്കരുതെന്നാണ് പഠനം പറയുന്നത്. കൊടുക്കരുതെന്ന് നമ്മളെ ജീവിതം നമ്മളെ തെളിയിക്കുന്നത്. നമുക്കങ്ങനെ കിട്ടിയിട്ടുണ്ട് നമ്മളെ മാതാപിതാക്കളിൽ നിന്ന് ഇല്ല. അങ്ങനെ കുറച്ച് കിട്ടാതിരിക്കുമ്പോഴും കുറച്ച് കാര്യങ്ങൾ പഠിക്കാറുണ്ട്. ഇപ്പോൾ കുട്ടികൾ കളിക്കാൻ വിടുന്നിടത്ത് പലപ്പോഴും പല മാതാപിതാക്കൾ എന്ത് ചെയ്യാറുണ്ട്? കളിക്കാൻ വിടില്ല അവനെ, ഒന്ന് പുറത്തുപോയി കളിക്കാൻ. ആ കളിയിലൂടെ നിരവധി പാഠങ്ങൾ കുട്ടികൾക്ക് കിട്ടാനുണ്ട്. എന്താ നിർബന്ധമായി നിങ്ങൾ കളിക്കാൻ അയക്കണം. സ്കൂളിൽ അയച്ചാലും മദ്രസയിൽ അയച്ചാലും കളിക്കാൻ വേണ്ടി വൈകുന്നേരം അല്പ സമയത്ത് അവനെ വിടണം പുറത്തേക്ക്, മറ്റു കൂട്ടുകാരുടെ കൂടെ. ആ കളിയിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ അവൻ പഠിക്കുന്നുണ്ട്. ഒരുപാട് ഭാവിയിലേക്ക് കാര്യമായ നോളജ് അവൻ അതിലൂടെ സമ്പാദിക്കുന്നുണ്ട്. കാരണം എന്താ? തോറ്റു പോകുന്നില്ല ചിലപ്പോൾ കളിച്ചാകുമ്പോൾ. ജീവിതത്തിൽ തോറ്റു പോകുന്നുള്ള പാഠം അവൻ പഠിക്കുന്നുണ്ട്. സംഘം ചേർന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ സംഘം ചേർന്ന് നിൽക്കണം, അതിൻ്റെ പ്രാധാന്യം അവൻ മനസ്സിലാക്കുന്നുണ്ട്. തൻ്റെ ഊഴത്തിനായി കാത്തു നിൽക്കുക എന്ന കാര്യം കൂടി അതിലൂടെ അവൻ പഠിക്കുന്നുണ്ട്. അങ്ങനെ നിരവധി കാര്യങ്ങൾ കളിയിലൂടെ തന്നെ ഒരു കുട്ടി പഠിക്കുന്നുണ്ട്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത നല്ലൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും, ഈ കുട്ടിയുടെ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കുക.